ആനന്ദും നജീം ഗോയും അവർ ഞാൻ പോകുന്ന ലൊക്കേഷനുകളിലൊക്കെ എന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് വന്ന് കണ്ടുകൊണ്ടിരുന്നു. കാണുകയെന്ന് വെച്ചാൽ അവിടെ വന്നിരിക്കും, അവരവിടെ ഉണ്ടാവും. അവർ വന്നിട്ട് എന്നെ കാണാനോ കഥ പറയാനായിട്ടൊരു അവസരം ചോദിച്ച് നിൽക്കും. പക്ഷേ ഈ ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല, നമ്മൾ തിരക്കിലായിരിക്കും. പക്ഷേ ഇവരെ ഞാൻ കാണുക എല്ലാ ലൊക്കേഷനിലും ആൾക്കൂട്ടത്തിനിടയിലൊക്കെ ഇവരിങ്ങനെ നിൽക്കും. ഇങ്ങനെ എന്നെ കാണാൻ വന്ന് അവിടെ എവിടെന്നെങ്കിലൊക്കെ വന്ന് നിൽക്കുകയാണ്. ഇവരുടെ നിരന്തരമായിട്ട് ഇവരെ കാണാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കഥ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കഥ കേൾക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫ്രഷായിട്ടുള്ള 2 ചെറുപ്പക്കാർ വന്നിട്ടൊരു കഥ പറഞ്ഞ് ഞാനൊരു സിനിമ ഞാൻ ചെയ്യാനിടയായത് അപൂർവരാഗമാണ്. അപൂർവരാഗം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ന്യൂ ജനറേഷൻ സിനിമയുടെ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ സംഭവിച്ചൊരു ട്രെൻഡിങ് സെറ്റർ ആയിരുന്നു ആ സമയത്ത്. അതെ, അതിന് ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെ ഒരു തുടക്കകാലത്ത് ഉണ്ടായ സിനിമകളിൽ ഒന്നാണത്. അതുവരെ ഞാൻ ചെയ്ത ജോണറിൽ നിന്നും മാറിക്കൊണ്ടുള്ളൊരു സിനിമയായിരുന്നു. പുതിയ ആക്ടേഴ്സും എല്ലാവരും താരതമ്യേന 1-2 സിനിമകളിൽ മാത്രം അഭിനയിച്ചിട്ടുള്ളവരാണ്. അപ്പം അതിൻ്റെ ഒരു കഥ പറച്ചിലുള്ള രീതിയും ഇന്നത്തെ കാലത്തെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള അവരുടെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ പ്രണയവും പ്രണയത്തിലെ ചതിക്കുഴികളൊക്കെ പറയുന്ന സിനിമയാണ്. അതും എന്താണ് വളരെ ഇഷ്ടത്തോടെ ചെയ്തു. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു സിനിമ നന്നാകുന്നത് നമ്മളതിനോട് നമ്മളെ അങ്ങോട്ട് വല്ലാതെ പ്രകോപിപ്പിക്കുമ്പോൾ നമുക്കൊരു പ്രചോദനം ഉണ്ടാകും. അതെ, നമ്മളതിനകത്തോട്ട് ഇറങ്ങിച്ചെന്ന് ചെയ്യാനുള്ളൊരു അതിൻ്റെയും തിരക്കഥകളിലൊക്കെ നമുക്ക് കാര്യമായിട്ട് അവരുടെ കൂടെ പുതിയ ആൾക്കാരാകുമ്പോൾ അവർക്കൊരു നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ അവർ സ്വാഗതം ചെയ്ത് അല്ലെങ്കിൽ അതിനോടൊത്ത് അവരും സഞ്ചരിച്ചുകൊണ്ടാണ് അങ്ങനത്തെ സിനിമകളൊക്കെ സംഭവിക്കുന്നത്.